73 days ആയിരുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. അതൊരു ചെറിയ കാലയളവല്ല. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ആ ഒരു ടൈമിൽ? ഭയങ്കരമായിട്ട് ചലഞ്ചസ് അല്ലേ ഉള്ളൂ, ഫുൾ ഓഫ് ചലഞ്ചസ് ആണ്. അതിന്റെ അകത്ത് എനിക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ചലഞ്ച് തന്നെയാണ്. കാരണം ഇതൊരു സർവൈവൽ ഗെയിമാണ്. അപ്പോൾ നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തു. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൈഡായിട്ട് കിടക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ പോലും അറിയാതെ അത് പുറത്തേക്ക് വരും. അപ്പൊ അത് തന്നെ ഒരു ചലഞ്ചാണ്. നമ്മള് കൂടുതലും നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കേട്ടോ, ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക് പോയിന്റ് ഇതാണ്, നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ഇതാണെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള സംഭവം. അതിനെപ്പറ്റി സ്ക്രിപ്റ്റഡ് ആണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. എന്റെ അടുത്ത് കുറെ ഫ്രണ്ട്സ് വന്ന് ഇടിച്ചേട്ടാ നീ അന്ന് അങ്ങനെ ചെയ്തത് അവര് പറഞ്ഞിട്ടാണോ? ഒരിക്കലല്ല. അവര് അതിനകത്ത് കയറ്റി വിടും. പിന്നെ ഞങ്ങളും അവരുമായിട്ട് ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ഇല്ല. ലൈക്ക് ഇപ്പോൾ മെഡിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ വിളിക്കുമ്പോൾ അല്ലാതെയുള്ള ഒരു രീതിയിലും നമുക്കൊന്നും പറഞ്ഞില്ല. നമുക്ക് ടാസ്ക് റിലേറ്റഡ് മാത്രമേ അവിടെ നിന്ന് ലെറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി. പക്ഷെ ഈ ഒരു ഷോ എങ്ങനെ പോകണം എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ അതിനനുസരിച്ചുള്ള പൊടിമരുന്നുകൾ നമുക്ക് തരും. അപ്പൊ ചില ആൾക്കാർ അതിൽ കയറി പിടിക്കും, ചില ആൾക്കാർ മൈൻഡ് ചെയ്യാതെ വിടും. അങ്ങനെയാണ്. അല്ലാതെ ഒരിക്കലും ഇത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് സ്ക്രിപ്റ്റഡ് അല്ല, ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്.